ഹലോ, നമ്മളിന്ന് നേരെ പോയത് എമിറേറ്റ്സ് മാളിക്കാട്ടോ. എമിറേറ്റ്സ് മാളിൽ ഷീമാട്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് അവിടുന്ന് സാരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ കുറേയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ടോ. ഇതൊക്കെ സാധാരണ ട്രഡീഷണൽ പട്ട് സാരിയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ നോക്കിയപ്പോൾ അത് കുറച്ച് യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉമ്മാക്ക് വല്ലാണ്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കി. പക്ഷേ ഉമ്മാക്ക് എടുക്കാൻ പറ്റിയതല്ല കേട്ടോ അതൊന്നും. ഇതൊക്കെ ബ്രൈഡ്സിൻ്റെതൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ ഒക്കെ ഇങ്ങനെ നോക്കി കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി അവിടെ തന്നെ വെച്ചുട്ടാ. പിന്നെ ഉമ്മാക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത് ഒക്കെ ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവർ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, നിങ്ങൾ ഈ രണ്ട് മക്കളെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇത്രയും വർക്കുള്ള വേണ്ട ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. ഇതൊക്കെ ഒരു മയിലിൻ്റെ ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ ഇത് ബ്ലൂ അല്ല, സോറി, ഈ ഒരു കളറ് എന്താ പറയുക, സാറ്റിൻ ക്രേപ്പ്, നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇത്. അപ്പോൾ അത് രസമുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എനിക്കും ഉമ്മാക്കും വലിയൊരു ഐഡിയ ഇല്ലാത്ത കാരണം, ഇത് ചന്തേരി സിൽക്ക് കേട്ടോ. എനിക്കും ഉമ്മാക്കും വലിയൊരു ഐഡിയ ഇല്ലാത്ത കാരണം ഇക്ക തന്നെ വരേണ്ടി വരും കേട്ടോ. ലാസ്റ്റ് നമ്മൾ സെലക്ട് ആക്കാൻ ഞങ്ങളോട് ജസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് ഇക്ക പോയതായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ എനിക്ക് കുറച്ച് കൺഫ്യൂഷനാണ് സാരീൻ്റെ കാര്യത്തിൽ. എനിക്ക് വലിയൊരു പിടുത്തമില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പെട്ടെന്നാണ് സെലക്ട് ചെയ്ത് കഴിയില്ല. പിന്നെ ഇത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ ഇതൊക്കെ ഇഷ്ടമായി, പക്ഷേ ഇതൊക്കെ എടുക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അടിയിൽ കുറച്ച് കട്ട് വർക്കാണ്, അപ്പോൾ അടിയിൽ അണ്ടർസ്കർട്ടൊക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞ്. അമിതും ആദ്യമേ നല്ല വികൃതിനായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ ഇതൊക്കെ അവിടെയുള്ള കളക്ഷൻസാണ് കേട്ടോ. ഞാൻ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാതും എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഉമ്മാക്ക് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ട് എടുക്കുക. കുറച്ച് നമ്മളൊന്നും യൂസ് ചെയ്യുന്ന പോലത്തെ ഒന്നും ഉമ്മാക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ വല്ലാണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തൊക്കെ വേണം നോക്കിയെടുക്കാൻ. ഇത് അവിടെ കണ്ടൊരു ഷോളാട്ടൊക്കെ ഇഷ്ടമായി, പക്ഷെ കുറച്ച് റേറ്റ് ആയ കാരണം ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ ഇത് അവിടുത്തെ ബ്ലൗസസ് ആട്ടോ, റെഡിമെയ്ഡ് ബ്ലൗസസ്സാണ്. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ സാരി ചെയ്യുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ്. എനിക്കൊന്നും നടക്കില്ല കേട്ടോ. കുറച്ചൊക്കെ ബാക്കൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പാണ്. ഇതൊക്കെ ഷർട്ട് ടൈപ്പ്, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ ഒരു കളർ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇക്ക പിന്നെ വന്നു കേട്ടോ. ഇക്ക വന്നിട്ട് പിന്നെ സാരിയൊക്കെ സെലക്ട് ആക്കിയത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു കാണാനായിട്ടും. എൻ്റെ ഏജിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സാരി തന്നെ. അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ. നമ്മളിങ്ങനെ നോക്കി അതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മൾ എടുത്തത് എന്നല്ല, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റെഡിലാണ് നമ്മൾ കണ്ണിങ്ങനെ ഉടക്കിയത്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ടെസർ സിൽക്കാണെന്നാണ് പറഞ്ഞത്. നമ്മളത് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതിന് കളർ ചേഞ്ചും കാര്യങ്ങളും നോക്കി. പിന്നെ ഇതൊക്കെ ട്രഡീഷണൽ പട്ടുസാരി കേട്ടോ. അതൊന്നും പിന്നെ വേണ്ടാന്ന് വെച്ചു. ഉമ്മാൻ്റെ കയ്യിലുണ്ട് അങ്ങനത്തെ ഒക്കെ.